അങ്ങനെ നമ്മൾ വീണ്ടും ഒരു കിടിലൻ അപ്ഡേറ്റോട് വന്നിരിക്കുകയാണ്. കുറേ കാലത്തിന് ശേഷം എല്ലാവരും മാരുതി ജിപ്സിയിൽ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് നമ്മുടെ ജിപ്സി ഹാർഡ് ടോപ്പിൻ്റെ ബാക്കിലത്തെ വിൻഡോസിൻ്റെ ബീഡിങ്ങിന് തുരുമ്പെടുത്ത് പോവുക, അതുപോലെ തന്നെ ഉള്ളിൽ വെള്ളം കയറുക, അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ സോൾജറിനെ ചെയ്ത സമയത്ത് എല്ലാവരും ഹൈലൈറ്റീവായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്ന ഒരു ഫീച്ചറാണ് നമ്മുടെ ഫ്ലോട്ടിംഗ് വിൻഡോസ്. അങ്ങനെ നമ്മൾ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ടാസ്ക് തന്നെയാണ് നമ്മൾ ഈ ഒരു ഫൈബർ ഹാർഡ് ടോപ്പിൽ എടുത്തത്. നിങ്ങൾക്കറിയാം, ഫൈബർ ഹാർഡ് ടോപ്പിൽ എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ ഫ്ലോട്ടിംഗ് വിൻഡോസ് നമ്മൾ ഈ ഒരു ഫൈബർ ഹാർഡ് ടോപ്പിൽ ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. ശരിക്കും നമ്മുടെ ഒരു പരീക്ഷണം വളരെ വളരെ നാൾ നീണ്ടു നിന്നൊരു സംഭവം തന്നെയാണ്. അതങ്ങനെ സക്സസ്ഫുൾ ആയെന്ന് നിങ്ങളിലോട്ട് എത്തിക്കുന്നത് വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ്. ശരിക്കും ഹാർഡ് ടോപ്പ് ഉള്ള ജിപ്സികളിൽ നമുക്ക് സിമ്പിളായിട്ട് ഇത് ചെയ്യാൻ പറ്റും. സിമ്പിൾ എന്ന് പറയുമ്പോൾ വളരെ നാൾ നീണ്ടു നിന്ന ഒരു പ്രയത്നം മൂലമാണ് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ നമ്മൾ ആ ഒരു വർക്കിൻ്റെ കംപ്ലീഷനിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം തന്നെ ഒരു 3 മന്ത്സോളം എടുത്തു. കാരണം ഒരുപാട് തലപൊക്കച്ചിട്ടാണ് ഈ ഒരു കാര്യങ്ങൾ ചെയ്യുന്നത്. ചില്ലറ നമ്മൾ കാണുമ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിലും നമുക്കങ്ങനെ ചെയ്തെടുക്കാൻ പറ്റില്ല. എനിവേ, വളരെ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇനിയിപ്പോൾ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആവും. നമ്മളങ്ങനെ ഫ്ലൈയിങ് വിൻഡോസ്, അതായത് ഫ്ലോട്ടിംഗ് വിൻഡോസ് നമ്മൾ പറഞ്ഞ ആ ഒരു വിൻഡോസ് ആണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്യാമ്പിങ്ങിനൊക്കെ പോകുമ്പോൾ അത് ക്ലീൻ ആയിട്ട്, ഈ ഒരു കാരണം കൊണ്ട് തന്നെയായിരുന്നു ശരിക്കും ഞാൻ മെറ്റൽ ഹാർഡ് ടോപ്പ് ഉണ്ടാക്കാനുള്ളൊരു റീസൺ. പക്ഷേ ഇപ്പോൾ ഫൈബർ ഹാർഡ് ടോപ്പിൽ തന്നെ നമ്മൾ ഫ്ലൈയിങ് വിൻഡോസ് ചെയ്തിരിക്കുക. അപ്പോൾ വേണ്ട ഒരു ക്ലീൻ ആയിട്ട് നമ്മളെ മെസ്സേജ് അയക്കാൻ. ബാക്കി വീഡിയോസ് ഉടനെ തന്നെ കാണാം.